നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതും നല്ല വെജിറ്റബിൾസും മുട്ടയും ചിക്കനും ഒക്കെ ഫ്രൈ ചെയ്ത് നമുക്ക് റൈസിനകത്തൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് അജിനാമോട്ടയൊന്നും ചേർക്കാതെ തന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന എന്നാൽ അതേ രുചിയിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സ്. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയ കുഞ്ഞ് ബെല്ലൈക്കണുണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നല്ല സ്റ്റൈലായിട്ടുള്ള അജിനാമോട്ടയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ 1 കിലോ ബസ്മതി അരി ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണിത്. ഇനി നമുക്കിത് ഒന്നുകൂടെ കഴുകി നമുക്ക് നേരെ അങ്ങ് ഇടുകയാണ്. ഇത് വെള്ളം പോകാനായിട്ടൊന്നും ഞാൻ വെക്കുന്നില്ല. അപ്പം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകണം. കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അത്യാവശ്യം ഈ ഒരു പാത്രത്തിന് ഒരു 1/4 പാത്രം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് പറ്റിച്ചെടുക്കാനല്ല, ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അരി വേകാനുള്ള വെള്ളം നമുക്ക് വെക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് അരി ഇടാനായിട്ട് വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഞാനൊരു 1/4 കിലോ ചിക്കൻ ചെറിയ പീസായിട്ട്, അതിനെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസായിട്ട് അരിഞ്ഞതാ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിലേക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് കോൺഫ്ലോർ. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഡാർക്ക് സോയാ സോസാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂണ് പെപ്പർ പൗഡറാണ്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്, ഒത്തിരി അങ്ങ് പൗഡറാക്കിയതല്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയൊരു സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റ് ഒരു 20 മിനിറ്റ് വേണം അത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഒന്ന് മൂടി വെക്കാം. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് നന്നായിട്ട് ചേർക്കാം. കാരണം ചോറിലൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം 2 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 വേവ് മതി, ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. അപ്പം ചോറങ്ങ് പൊട്ടിപ്പോവും. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 1/4 വേവ്, ഒത്തിരി അങ്ങ് വേകരുത്. നമുക്ക് ഒരു വെള്ളം പോകുന്ന ഒരു പാത്രത്തിനകത്തോട്ട്, കിഴുത്ത പാത്രം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഉള്ളതിനകത്തോട്ട് നമുക്ക് വാരി വെക്കാം. വാരി വെച്ചതിന് ശേഷം നമുക്ക് ഇത് തണുപ്പിക്കാനായിട്ട് വെക്കണം. അപ്പം ചോറെല്ലാം ഇങ്ങനെ എടുത്തൊരു കിഴുത്ത പാത്രത്തിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമുക്കതിൻ്റെ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നല്ല കട്ടിയുള്ള ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായതിനു ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാവൂ. ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ പീസാക്കി കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോവല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് പൊടിയരുത്. നമുക്കിത് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതേ ഉരുളി തന്നെയാണ് നമ്മളിനി അടുത്ത വെജിറ്റബിൾസും മുട്ടയൊക്കെ ഒന്ന് എടുക്കാൻ പോകുന്നത്. വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് പൊട്ടിച്ചിടാം. അതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് എണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കി എടുക്കാൻ വേണ്ടിയിട്ടാണിത്. ഇനി ചിക്കി എടുക്കാമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ഒരു 2-3 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം പെട്ടെന്നങ്ങ് ആയി കിട്ടും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടോ, പെട്ടെന്നങ്ങ് നമുക്കായി കിട്ടും. ഇങ്ങനെ നമ്മളൊന്ന് ചിക്കി എടുക്കണം. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അതേ ഉരുളി തന്നെ കുറച്ചുകൂടെ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബീൻസ് ചേർക്കാം. കനം കുറച്ച് അരിഞ്ഞതാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് അങ്ങ് വേവൊന്നും വേണ്ട. ജസ്റ്റ് അതിൻ്റെ ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ബീൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പലപ്പോഴായിട്ട് ഉപ്പിടുന്നത് കൊണ്ട് ഉപ്പ് നോക്കി വേണം ചേർക്കാൻ. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു കൊടുക്കാം. ഒരു സവാള ഞാൻ എടുത്തായിരുന്നു, അതും കൂടെ നീളത്തിലൊന്ന് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ മാത്രം നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. കുറച്ച് സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് വരുമല്ലോ. ക്യാരറ്റും ബീൻസും ഒന്ന് വഴന്ന് വരാൻ കുറച്ച് താമസമായതുകൊണ്ടാണ് ഞാൻ അത് 2 ആദ്യമായിട്ട് ഇട്ടത്. അപ്പോൾ അത് ആദ്യം ഇടുവാണെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. പിന്നെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ക്യാബേജ് നീളത്തിലരിഞ്ഞത് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ഒത്തിരി അങ്ങ് വഴന്ന് പോകരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. നമുക്ക് ആ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. ആ പരുവം മതി.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കേണ്ട കാര്യമില്ല, അടിക്കൊന്നും പിടിക്കത്തില്ല. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ക്യാപ്സിക്കം കൂടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എനിക്കൊരു 1/4 സ്പൂണ് ഉപ്പ് കൂടെ വേണ്ടി വരുന്നു. ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തത് കൊണ്ടാണ് ഉപ്പ് വേണ്ടി വന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 സ്പൂണ് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചിക്കിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കും. നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ റൈസ് ഇനിയും ഇട്ട് കൊടുക്കാൻ നേരമായി. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഇളക്കാൻ നേരം നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കും. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതാ ചോറ് മൊത്തത്തിലായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഉരുളിയിൽ കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിനകത്തായിട്ട് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോറെടുത്ത് ഉരുളിയിലൊന്ന് സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് ഞാനൊന്ന് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണ്. വേറെ കറികളൊന്നും വേണ്ട, എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പം ഞാനൊരു പെട്ടെന്നൊരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.